السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمدك يا من أوضحت لنا سبل الهداية وأزهت عن بصائرنا عشابة الغبايا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. اقرأ كتابك كفى بنفسك اليوم عليك حسيبا. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാ ഞായറാഴ്ചകളിലും പലപ്പോഴായി മഗ്‌രിബിന് ശേഷം നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടാറുണ്ട്. അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സൽപ്രവർത്തനങ്ങളിൽ ഇത്തരം ഇരുത്തങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിന് പകരമായി അള്ളാഹു നല്ല സമയങ്ങളെ ഇഹത്തിലും പരത്തിലും അള്ളാഹു നമുക്ക് തിരിച്ചു നൽകുമാറാവട്ടെ. നമ്മളിന്ന് സംസാരിക്കുന്നത് അശ്രദ്ധയിലാകുന്ന ജനങ്ങൾ എന്ന ഒരു വിഷയത്തിലാണ്. അശ്രദ്ധയിലാകുന്ന ജനങ്ങൾ എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രത്യേകിച്ച് ഒരു മാസം പല ആളുകളും യഗ്ഫലുൻ നാസു ഫീ, റസൂലുള്ളാഹി പറഞ്ഞു ഭൂരിഭാഗം ആളുകൾ അതിൽ അശ്രദ്ധരാൻ, ആലോചിക്കാതെ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ബോധമില്ലാതെ ഓർമ്മയില്ലാതെ ആ മാസങ്ങൾ ഇങ്ങനെ കടന്നു പോകും. അതേതാണ് മാസം? അത് ശഅബാൻ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന് പറഞ്ഞ സ്വഹാബി, നമുക്കറിയാം ആരാണ് ഉസാമ. 14-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബറ്റാലിയൻ്റെ ക്യാപ്റ്റനായി നിശ്ചയിച്ചതായിരുന്നു ഉസാമയെ. ഇസ്ലാമിക ലോകത്ത് ഒരുപാട് വലിയ സംഭവങ്ങൾ ഉസാമയുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മളൊക്കെ വായിച്ചു പോയതായിരിക്കാം. ഉസാമയുടെ പിതാവ് സെയ്ദ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരു സ്വഹാബിയുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് സെയ്ദ് ബിൻ ഹാരിഥ എന്ന ഉസാമയുടെ പിതാവിനെ സംബന്ധിച്ചാണ്. സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു അത് പറഞ്ഞു പോകുന്നുമുണ്ട്. ഉസാമ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിൽ വന്ന് ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ലം അറക തസൂമു മിൻ ശഹരിൻ മിനശ് ശുഹൂർ മാ തസൂമു മിൻ ശഅബാൻ. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, മാസങ്ങളിൽ ശഅബാൻ മാസത്തിൽ അങ്ങ് നോമ്പ് നോൽക്കുന്നത് പോലെ മറ്റു മാസങ്ങളിൽ അങ്ങ് നോമ്പ് നോൽക്കുന്നതിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്തിനാ ശഅബാനിൽ ഇത്രമാത്രം അങ്ങ് നോമ്പ് അനുഷ്ഠിക്കുന്നവനായി തീരുന്നത്? റമദാനല്ല അവിടെ ഉദ്ദേശം, അവിടെ ബാക്കിയുള്ള മാസങ്ങളെയാണ്. ബാക്കിയുള്ള മാസങ്ങളിൽ നിന്ന് ശഅബാനിൽ എന്താണ് ഇത്രമാത്രം അങ്ങ് നോമ്പനുഷ്ഠിക്കാനുള്ള കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന് പറഞ്ഞ സ്വഹാബിയെ റസൂലുള്ളാഹി ബോധ്യപ്പെടുത്തി, ذاك شهر يغفل الناس عنه. ജനങ്ങൾ ഭൂരിഭാഗവും അധികം ജനങ്ങളും അശ്രദ്ധമാകുന്ന ഒരു മാസക്കാലമാണ് ഈ പറയപ്പെട്ട ശഅബാൻ എന്ന് പറഞ്ഞ മാസം. അശ്രദ്ധയിലാണെന്നാണ് അല്ലേ? നമ്മളെല്ലാവരും അശ്രദ്ധയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം നമ്മളെക്കുറിച്ചല്ല, നബിയുടെ കൂടെ കൃത്യമായി ആരാധനകളിൽ സൂക്ഷ്മതയും ആരാധനയിൽ എല്ലാ നിലക്കുള്ള ആവേശവും ആരാധനകളോട് എല്ലാ നിലക്ക് കൂടുതൽ ഉണർവും ഉള്ള ഒരു സ്വഹാബത്തിനെ സംബന്ധിച്ചാണ്. റസൂലുള്ളാഹി പറഞ്ഞു അവിടെ അന്നാസ് യഗ്ഫലുൻ നാസ് അൻ, മുശ്രിക്കുകളെ സംബന്ധിച്ചല്ല നബി പറയുന്നത്. യഗ്ഫലുൻ നാസു അൻ,
മക്കയിലെ കാഫിറുകളെ സംബന്ധിച്ചാൽ അള്ളാഹിൻ്റെ റസൂൽ അവിടെ പറഞ്ഞത്, അവിടെ പറഞ്ഞ അന്നാസാരാൻ, ജനങ്ങളാരാൻ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്തിനെ സംബന്ധിച്ചാണ് നബിയുടെ സംസാരം. യഗ്ഫലുന്നാസു അൻഹു, ജനങ്ങൾ ഈ മാസത്തെ തൊട്ട് അശ്രദ്ധയിലാണ്. ഈ മാസത്തിൻ്റെ വിശുദ്ധിയും ഈ മാസത്തിൻ്റെ പ്രത്യേകതകളും ഈ മാസത്തിൽ കർമ്മങ്ങൾ കൊണ്ട് കൂടുതൽ ബോധവാന്മാരുമാകേണ്ടത് വിശ്വാസികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കുകളെയല്ല അവിടെ അന്നാസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു മതസ്ഥരെയല്ല അവിടെ അന്നാസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു കുഫാറുകളിൽപ്പെട്ട ഏതെങ്കിലും വിഭാഗങ്ങളെയല്ല അവിടെ അന്നാസ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതാരാൻ? ആരാധനകളോട് നല്ല സമീപനം വെച്ച് പുലർത്തിയ, ആരാധനകളോട് എല്ലാ നിലക്കും ഇഷ്ടവും അതിനോട് ആവേശവും ഉണ്ടാകുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച, ദീൻ നബിയെ കണ്ടുപഠിച്ച സ്വഹാബത്തിനെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞു ഭൂരിഭാഗം ആളുകളും അശ്രദ്ധയിലാകുന്നു. ചില മുഹദ്ദിസുകൾ അതിനെ വിശദീകരിച്ചു, വരാനിരിക്കുന്ന തലമുറകളിൽ മുസ്ലിം ഉമ്മത്തിൽ പലരും അശ്രദ്ധമായി കണക്കാക്കുന്ന ഒരു മാസം എന്നാണ് ചില മുഹദ്ദിസുകൾ അതിനെങ്ങനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു പോകുന്ന വരികൾ വളരെ രസമാണ്. അതൊക്കെ മുഴുവൻ വായിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനൊരു ഉണർവേകാൻ, നമ്മുടെ ബോധമണ്ഡലങ്ങളെ, നമ്മുടെ ചിന്താ ആലോചന മണ്ഡലങ്ങളെ ഒന്ന് തട്ടി ഉണർത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഉപദേശമാണ്. കാരണം റജബിൻ്റെയും റമളാനിൻ്റെയും ഇടയിലുള്ള ഒരു മാസം, റജബും റമളാനും. റജബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പവിത്രമായ മാസമാണ്. 4 മാസം അള്ളാഹു പവിത്രമാക്കി തന്നു എന്നും ആ പവിത്രതയിൽ ആ മാസങ്ങളെ ഞാനും നിങ്ങളും നോക്കിക്കാണണമെന്നും ആ പവിത്രതയോടുകൂടി അതിലെ കർമ്മങ്ങളാകട്ടെ, അതിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ഏതൊരു ആരാധനകളാകട്ടെ അതിന് 10 മടങ്ങ് പ്രതിഫലമുണ്ടാകുമെന്നും മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകളെക്കാൾ ഗൗരവമേറിയതായിരിക്കും പവിത്രമാക്കപ്പെട്ട മാസം എന്നുള്ളത് കൊണ്ട് തന്നെ റജബിൽ ഒരു സൂക്ഷ്മത വരും. കാരണം മുഹറൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നതാണ് റജബ്. എത്ര മാസം കഴിഞ്ഞിട്ട്? മുഹറം കഴിഞ്ഞ് സഫർ കഴിഞ്ഞില്ലേ, അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാ റജബ് വരുന്നത്. അപ്പോൾ റജബ് വരുമ്പോൾ ഒരാവേശമാണ്, പവിത്രമായ മാസമാണ്. ഞാൻ ഇങ്ങനെ പോയാൽ പോരാ, എനിക്കൊരു എൻ്റെ ആരാധനകളിൽ ഒരു സൂക്ഷ്മതാബോധം കൂടുതൽ കൈവരിക്കണം, എനിക്ക് എൻ്റെ കർമ്മങ്ങളെ നന്നാക്കണം, എൻ്റെ തിന്മകളിൽ എനിക്കതിലൊരു കൺട്രോൾ വേണം. അല്ല പറഞ്ഞതാണല്ലോ, അക്രമം ചെയ്യാൻ പാടില്ല, ഞാൻ എന്നോട് അക്രമം കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് റജബ് വരുമ്പോൾ ഒരു ശുദ്ധി, ഒരു വിശുദ്ധിയെ നമ്മൾ കൈവരിച്ചു. പിന്നെ റജബ് കഴിഞ്ഞാൽ ശഅബാൻ, പിന്നെ റമദാനാകുമ്പോൾ ശരിയാക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ശരിയാക്കുക. റമദാനാകട്ടെ, റമദാൻ ഇങ്ങനെ കാത്തിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പവിത്രമായ റജബിൻ്റെയും വിശുദ്ധമായ റമദാനിൻ്റെയും ഇടയിലുള്ള ശഅബാനിനെ അശ്രദ്ധമാക്കി കളയരുത്. ശഅബാനിൽ കർമ്മങ്ങൾക്ക് കൂടുതൽ ഒരു ഊർജവും കർമ്മങ്ങളെ കൂടുതൽ നന്നാക്കാനും ഉള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്ന്. അതിന് വേറൊരു പ്രത്യേകതയും കൂടി അള്ളാഹുവിൻ്റെ റസൂല് ഉസാമ എന്ന ആ സ്വഹാബിയെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി പറയുന്നു, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാൽ, കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. വർഷത്തിലൊരിക്കലാണ് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത്. വർഷത്തിലൊരിക്കലും മാത്രമല്ല, ഒരു വർഷത്തിലെ കർമ്മങ്ങൾ മുഴുവൻ ഉയർത്തപ്പെടുന്ന ഒരു മാസം അത് ശഅബാനാണ് എന്നാണ്. അങ്ങനെ എല്ലാ ദിവസവും ഈ സംഭവമുണ്ട്. എന്ത് കർമ്മങ്ങൾ ആകാശത്തേക്ക്, വാനലോകത്തേക്ക് കയറിപ്പോകുന്നത് എല്ലാ ദിവസവും ഉണ്ട് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആഴ്ചകളിലുണ്ട് എന്നും പറഞ്ഞു, മാസങ്ങളിലുണ്ട് എന്നും പറഞ്ഞു, വർഷങ്ങളിൽ ഒരിക്കലുണ്ട്. അത് ശഅബാനിലാണ് നടക്കുന്നത് എന്നാണ് നബി തങ്ങൾ വിശദീകരിക്കാൻ. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിലേക്കാണ് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത്. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കണക്ക് ഇങ്ങനെ മേലേക്ക് ഇതിങ്ങനെ കർമ്മം ഇങ്ങനെ കയറിപ്പോവുക. എങ്ങനെ കർമ്മങ്ങൾ ആകാശത്തേക്ക് കയറുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ഇപ്പോൾ സത്യനിഷേധികൾ മരണപ്പെടുന്നതിനെ സംബന്ധിച്ച്, സത്യനിഷേധികൾ അല്ലെങ്കിൽ കുഫാറുകൾ മരണപ്പെടുന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാ, ആകാശം പോലും അവരുടെ മേൽ കരഞ്ഞില്ല എന്ന് പറഞ്ഞു. ചില സത്യനിഷേധികളുടെ മരണത്തെ സംബന്ധിച്ചാൽ, അഥവാ ആകാശങ്ങൾക്ക് ഒരു വേദനയോ ഒരു സങ്കടമോ ഒരു പ്രയാസമോ ആകാശ ലോകത്തുള്ളവർക്കില്ല. എന്നാൽ ഒരു സത്യവിശ്വാസി മരണപ്പെടുമ്പോൾ വാനലോകത്തുള്ളവർക്ക് പ്രയാസമാണ്. ആകാശത്തുള്ളവർ കരയുമെന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകുന്ന കർമ്മങ്ങൾ നിശ്ചലമാകുകയാണ്. ഒരു സത്യവിശ്വാസി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നിശ്ചലമാകുമ്പോൾ, അത് ഇല്ലാതായി തീരുമ്പോൾ ആകാശങ്ങൾക്ക് കരച്ചിൽ വരും, ആകാശലോകത്തുള്ളവർക്ക് കരച്ചിൽ വരുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന വാചകങ്ങൾ ചില മുഫസ്സിറുകളൊക്കെ എടുത്തുദ്ധരിക്കുന്നത് കാണാം. കർമ്മങ്ങൾ
അല്ല ഇല്ലാതാകുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥ. കർമ്മങ്ങളൊക്കെ മേലേക്ക് ഇങ്ങനെ കയറിപ്പോകും, നല്ലതും ചീത്തതും. നല്ലതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വീകരിക്കുമെന്നാൻ, നല്ലതല്ലാതെ അള്ളാഹു എന്ത് ചെയ്യൂല, സ്വീകരിക്കുകയുമില്ല. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. നല്ലതല്ലാതെ അള്ളാഹു സ്വീകരിക്കൂല. കാരണം അള്ളാഹു നല്ലവനാൻ, തയ്യിബാൻ, വിശുദ്ധനാൻ. വിശുദ്ധമായ പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നും പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ വാക്ക് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി പറയുന്നു, വഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിമുൻ. ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്നാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ ധാരാളം നോമ്പനുഷ്ഠിക്കാനുള്ള ഒരു കാരണം പറഞ്ഞു. ആ ശഅബാനിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞു. കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന കാര്യത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധം നൽകി. കാരണം പലരും അബോധമാണ്, പലരും അബോധത്തിലാണ്. കർമ്മങ്ങളെ സംബന്ധിച്ച് ഒരു ചിന്തല്ല, എന്താ ചെയ്യണം, നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു, അതിൻ്റെ ഇടയിൽ ചെയ്തു പോകുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരാലോചനയുമില്ല. നാവിൻ തുമ്പുകളിൽ നിന്ന് അടർന്നു വീഴുന്ന വാക്കുകളെ സംബന്ധിച്ച് നമുക്ക് ചിന്തകളില്ല. നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്ക് യാതൊരുവിധ കുറ്റബോധങ്ങളുമില്ല. നാൾക്ക് നാൾ ഒന്നിങ്ങനെ കടന്നു പോകുമ്പോൾ ഈമാൻ ഇങ്ങനെ കുറഞ്ഞു പോകുന്നു. ആ ഈമാനിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ, നമ്മുടെ കർമ്മങ്ങൾക്ക് കൂടുതൽ ഒരു ഊർജം കൈവരിക്കാൻ, നമ്മുടെ കർമ്മങ്ങളെ ഓഡിറ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇവിടെയുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്, അറിയിക്കുന്നത്. റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണല്ലോ അല്ലെ. ദിവസം കർമ്മങ്ങൾ മുകളിലേക്ക് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ മലക്കുകൾ കർമ്മവുമായിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ കർമ്മങ്ങളുടെ കണക്കെടുത്തിട്ട് മലക്കുകൾ പോവുകയാണ് എന്നാണ്. മലക്കുകളെ അള്ളാഹു രേഖപ്പെടുത്താൻ വേണ്ടി തയ്യാറാക്കി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ കർമ്മങ്ങളെ രേഖപ്പെടുത്താനായിട്ട് ചില മലക്കുകളുണ്ട്. വഇന്ന അലൈക്കും ലഹാഫിളീൻ, നിങ്ങളുടെ മേൽ ചില സൂക്ഷിപ്പുകാരുണ്ട് എന്ന് പറഞ്ഞു. വഇന്ന അലൈക്കും ലഹാഫിളീൻ, ചില സൂക്ഷിപ്പുകാർ നിങ്ങളുടെ മേൽ എല്ലാവരുടെ മേലുമുണ്ട്. എന്നിട്ട് ആ സൂക്ഷിപ്പുകാരുടെ പ്രത്യേകത പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞിട്ട് സാധാ സീത മനുഷ്യന്മാരല്ല അല്ലേ, അത് ഏതെങ്കിലും വലിയ ബിരുദമെടുത്ത മനുഷ്യന്മാരും അല്ല, വലിയ അക്കൗണ്ടൻസി അറിയുന്ന ആളുകളല്ല. ആരാൻ? കിറാമൻ കാതിബീൻ. റബ്ബ് പറയുന്നു മാന്യന്മാരായ ചില എഴുത്തുകാർ. അവർ മാന്യന്മാരാൻ, ദ്രോഹം ചെയ്യുന്നവരല്ല. മാന്യന്മാരായ ചില മലക്കുകളെ അള്ളാഹു നിങ്ങളുടെ മേൽ എന്ത് ചെയ്തിട്ടുണ്ട്, റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. നമ്മുടെ കർമ്മങ്ങൾ ഇവരിങ്ങനെ എഴുതിക്കൂട്ടെ. ചില മലക്കുകൾക്ക് ഇത് എഴുതാൻ ഭയങ്കര ആവേശം, നല്ല കർമ്മങ്ങൾ എഴുതാൻ. തിക്കും തിരക്കും കൂട്ടുന്ന മലക്കുകളുണ്ട് എന്ന് അറിഞ്ഞില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ചില മലക്കുകൾക്ക് നമ്മൾ ചെയ്യുന്ന നല്ല സൽക്കർമ്മങ്ങൾ എഴുതാൻ വെമ്പലാണ്, വല്ലാത്ത ആഗ്രഹങ്ങളാണ്. അത് ഞാൻ എഴുതി വെക്കാമെന്നുള്ള നിലക്ക് അവർ മത്സരിക്കുമെന്നാണ്. അതിന് തെളിവെന്താ? ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ സമി അല്ലാഹു ലിമൻ ഹമിദ, അള്ളാഹുവിനെ സ്തുതിച്ചവനെ അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഹംദ് പറയുന്നവൻ അള്ളാഹു കേൾക്കുന്നു, അവൻ്റെ ദുആ റബ്ബ് കേൾക്കുന്നു എന്നാണ്. അത് കേട്ടപ്പോൾ ബാക്കിലുണ്ടായിരുന്ന സഹാബി എന്താ പറഞ്ഞു, നമ്മളൊക്കെ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയും. ആ സഹാബി പറഞ്ഞു ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, നല്ല സ്തുതി കീർത്തനങ്ങൾ ധാരാളം അത് അള്ളാഹുവിനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ നമസ്കാരം കഴിഞ്ഞ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ആ വാക്ക് പറഞ്ഞത്, ആരാണ് ആ ദുആ ചൊല്ലിയത്? സഹാബി എണീറ്റ് നിന്നപ്പോൾ റസൂലുള്ളാഹി വിശദീകരിക്കാൻ, മലക്കുകൾ തിക്കും തിരക്കും കൂട്ടി ആ വരിയെ എഴുതി വെക്കാൻ, ആ വരികളെ രേഖപ്പെടുത്തി വെക്കാൻ. ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യത്തെ സംബന്ധിച്ചാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വേറെ സൂറത്ത് യാസീൻ നമ്മൾ മനപ്പാടാക്കിയല്ലോ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. റബ്ബ് പറയൻ, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളെയും നാം രേഖപ്പെടുത്തിയവിടെ ഫി ഇമാമിൻ മുബീൻ, വ്യക്തമായൊരു രേഖയിൽ. മുഫസ്സിറുകൾ പറഞ്ഞു അത് ലൗഹുൽ മഹ്ഫൂദാണെന്നാണ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷം മുമ്പേ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, കലാഖദറുകളെ രേഖപ്പെടുത്തി എന്നാൻ. കലാഖദറുകൾ അള്ളാഹു രേഖപ്പെടുത്തി എന്നാൻ. മാത്രവുമല്ല ആ രേഖപ്പെടുത്തൽ അവിടെ നടന്നുവെങ്കിലും പിന്നീട് അള്ളാഹു ഭൂമിയിൽ വെക്കുന്ന ചില റബ്ബിൻ്റെ ചില നടപടികളുണ്ട്. മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നു കർമ്മങ്ങളെ എന്നാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആയത്തതാണ് വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ എന്ന് പറഞ്ഞ ആയത്തതാണ്. ഒക്കെ എഴുതി വെക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിറാജ് പോയല്ലോ. മിറാജ് കഴിഞ്ഞ റജബില് കുറെ ആൾക്കാർ ആഘോഷിച്ചത് കാണാം. ആകാശത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയ മഹാ അത്ഭുതത്തെ ഒരു പ്രയാസവുമില്ലാതെ വിശ്വസിക്കാൻ മുസ്ലിം ലോകത്തിന് പ്രയാസമില്ല.
പക്ഷേ ചില ആളുകൾക്ക് അതിൻ്റെ യുക്തിയും അതിൻ്റെ മറ്റു കാര്യങ്ങളും അറിഞ്ഞ് ഇന്നും എന്ത് ചെയ്യാണ്, സോഷ്യൽ മീഡിയകൾ പലതും കാണാം, അതിൻ്റെ അല്ലേ അതൊരു മായാവി കഥയാണ് എന്ന് പോലും പ്രചരിപ്പിക്കുന്ന ആളുകൾ. സ്വന്തം ഉമ്മ മരിച്ചപ്പോൾ അതിനെതിരെ വൃത്തികെട്ട കമൻ്റ് എഴുതിയ ആളുകൾക്ക് എന്തും പറയാലോ. അങ്ങനെയുള്ള ആളുകൾക്ക് ഇസ്ലാമിക അധ്യാപനങ്ങളെ വിമർശിക്കാം, ഇസ്ലാമിക അധ്യാപനങ്ങളെ എങ്ങനെയെങ്കിലും വികലമായി ചിത്രീകരിക്കാം. അവർക്ക് മനുഷ്യത്വം, മറ്റു മതങ്ങൾ പറയുമ്പോഴാണ് മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവർ വല്ലാതെ വാളെടുത്ത് മുന്നോട്ട് കടന്നു വരുന്നത്. പക്ഷേ ഇസ്ലാമിക അധ്യാപനങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പ്രയാസവുമില്ല. കാരണം എല്ലാവിധ മാനദണ്ഡങ്ങളും എല്ലാവിധ കർക്കശമായ നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ ശരിയാണ്, സ്വഹീഹാണ് എന്ന് ശരിവച്ച ഒരു ഹദീസിനെ സ്വീകരിക്കാൻ ഒരു പ്രയാസവുമില്ല. അവിടെ അവരെന്ത് കഥകളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചാലും ഒരു മുഅ്മിന്, കാരണം എന്താ, അത് നേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ വിശ്വസിക്കാത്ത ജനത ഉണ്ടായിരുന്നു. രാവിലെ പോയി തിരിച്ച് പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. എവിടെ? ഹിജ്റിൽ തന്നെ റസൂലുള്ള വന്നിരുന്നു. മക്കയിലെ കഅബയുടെ അരികിൽ ഹിജ്റിൽ റസൂലുള്ള കിടന്നുറങ്ങി. അവിടെ രാത്രി വൈകുന്നേരം അസ്തമയ രംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങിയവനാൻ. അവിടുന്നാണ് വിളിച്ചുണർത്തി നബിയെയും കൊണ്ടുപോയതെന്ന് പറഞ്ഞു. നബി പോയി. പിറ്റേ ദിവസം നേരം പുലരുമ്പോൾ ബൈനാളുഹുരിഹിം, അവർക്കിടയിൽ നബി തങ്ങൾ ഇങ്ങനെ നിൽക്കാൻ. അബൂജഹൽ വന്ന് ചോദിച്ചല്ലോ, യാ മുഹമ്മദ് മാദാ ഇൻദക്, മുഹമ്മദ് എന്താ പുതിയ വർത്താനം എന്താ എന്ന് ചോദിച്ചു. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉരിജ ബി ലൈലത അംസി, രാത്രി ഞാൻ മിഅ്റാജ് പോയി വന്നു എന്ന് പറഞ്ഞു. അൻത ബൈന അളുഹുരിന, എന്നിട്ട് നീ ഇപ്പൊ നേരം വെളുക്കുമ്പോൾ ഞങ്ങളുടെ പിന്നിലോ, ഞാൻ ബൈത്തുൽ മുഖദ്ദസ് കണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് നേരം വെളുത്തപ്പോഴേക്കും ഞങ്ങളുടെ ഇടയിലോ? അതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിത് മക്കക്കാരെ മുഴുവൻ വിളിക്കാം, അവരോടൊക്കെ ഇത് പറയാ, മക്കക്കാരെ മുഴുവൻ വിളിക്കുക, അവരോടൊക്കെ നീ ഇതുപോലെ പറയുമോ? ഞാൻ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മക്കയിലുണ്ടായിരുന്ന മഹാപ്രമാണിമാരെ അബൂജഹൽ ഹിജ്റിന്റെ അരികിലേക്ക് വിളിച്ചു വരുത്തി എന്നാൻ. ഹിജ്റിന്റെ അരികിൽ അവർ വിളിക്കപ്പെട്ടു, എല്ലാവരും വന്നു. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഒന്ന് പറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉരിജ ബി ലൈലത അംസി വഉസിരിയ ബി ഇലാ ബൈത്തുൽ മഖ്ദസ്, ബൈത്തുൽ മഖ്ദസിലേക്ക് ഇന്നലെ രാപ്രയാണം നടത്തി അവിടുന്ന് ഞാൻ ഇതാ വാനലോകത്ത് പോയി വന്നുവെന്നാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോൾ അവർ പലരും നബിയെ കളിയാക്കി അല്ലേ. ലാസ്റ്റ് അവർ പരീക്ഷണം വരെ നടത്തി. നീ പറഞ്ഞത് സത്യമാകണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിന് നീ എന്ത് ചെയ്യണം, ഉത്തരം നൽകണമെന്നാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പല ചോദ്യം ചോദിച്ചതും സംഭവങ്ങളൊക്കെ ചരിത്രത്തിൽ നമ്മൾ പല ആവർത്തി കേട്ടു പോന്നതാണ്. പലരും വിശ്വസിച്ചില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗത്തെ സംബന്ധിച്ച് റബ്ബ് പറഞ്ഞതെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? അള്ളാഹു കാണിച്ചു കൊടുത്ത കാഴ്ചകളെ ഫിത്നത്തൻ ലഹും, അവർക്കൊരു പരീക്ഷണമാണ്. ചില ആളുകൾക്ക് വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവും. അന്നത്തെ കാലഘട്ടത്തിൽ അള്ളാഹു പരീക്ഷണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ. ചില ആളുകൾ വിശ്വസിച്ചു, ചില ആളുകൾ അതിനെന്തില്ല, അവിശ്വസിച്ചു. അന്ന് അവിടെ കൂടിയ ഹിജ്റിൽ അതുവരെ നബിൻ്റെയോടൊപ്പം മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ ചില ആൾക്കാർ മുർത്തദ്ദായി എന്ന് വരെ കാണാം. നബി ആ ഒരു വർത്തമാനം പറഞ്ഞപ്പോൾ, നബി ആ ഒരു സംസാരം പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇല്ല എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരുടെ മുന്നിൽ ആദ്യവും അവരുടെ മനസ്സിൽ ഇസ്ലാം എന്ത് ചെയ്തിട്ടില്ല, ഉറച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് അതിനെ ഉപേക്ഷിക്കാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉറപ്പില്ലാത്തവർ മാത്രമാണ് മുർത്തദ്ദായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിശുദ്ധ ഖുർആന്റെ ആയത്ത് സൂറത്ത് ഇസ്രായിൽ ഇങ്ങനെ അവതരിക്കാൻ. അതൊരു ഫിത്നയാണ്, അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണം ചില ആൾക്കല്ലേ ചിലരെ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പരീക്ഷിച്ചു വന്നാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാനലോകം കയറിയപ്പോൾ 7 ആകാശവും കടന്ന് സിദ്റത്തുൽ മുൻതഹിലെത്തി. അവിടുന്നും റസൂലുള്ളാഹിക്ക് മാത്രം ഒരു ഉയർച്ച ലഭിച്ചു. അത് അള്ളാഹുവിൻ്റെ ഹിജാബ് വരെ, റബ്ബിൻ്റെ മറ വരെ എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടെത്തിച്ചു വന്നാൻ. മറൻ്റെ അപ്പുറത്തേക്ക് ഒരാൾക്കും കടക്കാൻ പ്രവേശനമില്ല, കടന്നിട്ടുമില്ല. അള്ളാഹിനെ കണ്ടോ റസൂലുള്ള? ഇല്ല, കണ്ടിട്ടില്ല. അള്ളാഹുവിനെ ഒരിക്കലും ദുനിയാവിൽ ഒരാളും കണ്ടിട്ടില്ല, ഒരാൾക്കും കാണാൻ സാധ്യവുമല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. കാണാൻ കഴിയൂല, ഒരിക്കലും ഒരാൾക്ക് കാണാൻ അത് സാധ്യവുമല്ല എന്ന് അള്ളാഹുവിൻ്റെ ഹിജാബിന് പിന്നിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് സംസാരിച്ചു. 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയ ചരിത്രം നമ്മൾ നമസ്കരിച്ചുകൊണ്ട് അതിനെ വിശ്വസിക്കുന്നവരാൻ. മേറാജിൽ വിശ്വസിക്കുന്ന ഒരാൾ 5 നേരം നമസ്കരിക്കുന്നവനാണ്. കാരണം അത് ആകാശ ലോകത്ത് വെച്ച് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യമാണ് എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഭൂമിയിൽ വെച്ച് അങ്ങനെ ഒരു കർമ്മം അള്ളാഹിൻ്റെ റസൂൽ കൽപ്പിച്ചിട്ടില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ആ ഹിജാബ് അള്ളാഹിൻ്റെ മറയുടെ അരികത്ത് വരെ എത്തിയെന്നല്ല, അവിടെ ഏറ്റവും ഈ ഹിജാബിൻ്റെ തൊട്ടടുത്തായിട്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ചില ശബ്ദങ്ങൾ കേട്ടുവന്നാൻ. അക്ലാമുകളുടെ ശബ്ദം, പേനകളുടെ ശബ്ദം, കർമ്മങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുന്ന പേനകളുടെ ശബ്ദം എന്നാണ് ഹദീസിൽ കാണാം. നബി ചോദിക്കണം, എന്താണ് ആ ശബ്ദം, ആ പേനകളുടെ ശബ്ദം? അത് ഖദറുകളാണ്, അള്ളാഹു നിശ്ചയിക്കുന്ന റബ്ബിന്റെ നിർണയങ്ങളാണ്, മനുഷ്യരുടെ പ്രവർത്തനങ്ങളാണ് എന്ന് ചില മുഹദ്ദിസുകൾ അതിനെ വിശദീകരിക്കുന്നു. നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെടാൻ റസൂലുള്ളാഹി പറഞ്ഞു, ഈ കർമ്മങ്ങൾ രേഖപ്പെടുത്തുക ഇത് വെറുതെ ഇങ്ങനെ എഴുതിയൊക്കെയല്ല. നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ റിപ്പോർട്ട് അവതരിപ്പിക്കുക. ചില കമ്പനിയിൽ ഡെയിലി അസസ്മെൻ്റ് ഉണ്ടാവും, അല്ലേ? ഡെയിലി റിപ്പോർട്ട് അവതരിപ്പിക്കണം. ചില കമ്പനിയിൽ ആഴ്ചകളിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് കാണാം, മാസങ്ങളിൽ റിപ്പോർട്ട്. ഇനി എങ്ങനെ ആഴ്ചയിലായാലും മാസങ്ങളായാലും വർഷത്തിലൊരു ഓഡിറ്റ് നടക്കാത്തൊരു കമ്പനി ഉണ്ടാവില്ല. കാരണം ഉണ്ടെങ്കിൽ ആ കമ്പനി പരാജയമാണ്. അവിടെയുള്ള കാര്യങ്ങളൊന്നും സുതാര്യമല്ല, അവിടെ പല പ്രയാസങ്ങളുണ്ടാവും. എന്നാൽ നല്ല കൃത്യമായി ഈ ഓഡിറ്റിങ്ങും ഇത്തരം കണക്കെടുപ്പും നടക്കുന്ന ഒരു സ്ഥാപനമുണ്ടോ, ആ സ്ഥാപനത്തിന് ഉയർച്ചയായിരിക്കും. അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ വളരെ സുതാര്യമായിരിക്കും, സുന്ദരമായിരിക്കും. നമ്മുടെ കർമ്മങ്ങൾ സുന്ദരമാവാൻ, നമ്മുടെ കർമ്മങ്ങൾക്കൊരു താളവും അതിനൊരു ഏറ്റവും നല്ല നിലക്കുള്ള ഒരു സൂക്ഷ്മതാബോധവും കടന്നു വരാൻ വിശ്വാസി ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്താൻ കർമ്മങ്ങൾ തൂക്കി നോക്കുന്നുണ്ട് കേട്ടോ. കർമ്മങ്ങൾ റിപ്പോർട്ടായി മുകളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഉണ്ട് ഈ നടപടി. എല്ലാ ദിവസവും റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, വൽ അഅമാലു തുർഫഉ ഇലല്ലാഹ്, കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. ഫയുർഫഉ ഇലൈഹി അമലുൻ നഹാരി ഫി അവ്വലിൽ ലൈൽ. ഇന്ന് രാവിലെ പകൽ കുറേ ചെയ്തില്ലേ, നമ്മളിതുവരെ അതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടാവില്ല. എന്തൊക്കെ ചെയ്തു, നമ്മൾ ഏതെങ്കിലും ദിവസം ഇന്ന് ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മളിങ്ങനെ ഒന്ന് ക്രോഡീകരിക്കാൻ നിന്നിട്ടുണ്ടോ? വിശ്വാസികൾ അങ്ങനെ ക്രോഡീകരിക്കണം എന്നാണ്. കർമ്മങ്ങളെ സംബന്ധിച്ച് ആലോചനകൾ വേണം. നമ്മൾക്കൊക്കെ ഉള്ള ഒരു പ്രയാസം അതാണ്. നമ്മളൊന്നും ആലോചിക്കുന്നില്ല, ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകാൻ. ഞാനടക്കം ഈ ഉപദേശം എനിക്കടക്കം ബാധകമാണ്. എത്ര രാവുകൾ നമ്മളിങ്ങനെ അശ്രദ്ധയിലാണ്. ഈ സ്ക്രോളിംഗ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ചിന്തകളെ മുഴുവൻ അശ്രദ്ധമാക്കി കളഞ്ഞു. ചുറ്റുപാടുകളെ സംബന്ധിച്ച് നമുക്ക് ബോധമില്ല. അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ രാവിലെയും പകലുകളും ചെയ്ത കർമ്മങ്ങൾ വൈകുന്നേരത്തിന്റെ തുടക്കത്തിൽ എവിടേക്ക് എത്തുന്നു? ആകാശങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നു. അഥവാ മലക്കൾ ഇതും കൊണ്ട് കയറി പോകുന്നുണ്ട്. മിഅ്റാജ് എല്ലാ ദിവസവും നടക്കുന്നുണ്ട് എന്നർത്ഥം. മലക്കുകൾ മേലേക്ക് പോകുന്നുണ്ട്, മലക്കുകൾ മേലിൽ നിന്ന് വരുന്നുണ്ട്. ഇതൊക്കെ ദുനിയാവിൽ നടക്കുന്ന നടപടികളാണ്. വിശ്വാസിയുടെ മലായിക്കത്തുകളിലുള്ള വിശ്വാസത്തിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി ബോധ്യപ്പെടുത്താൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പകലാണ്. ഇനി രാത്രിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയുക, അമലുൽ ലൈലി ഫി അവ്വലിൻ നഹാർ, അതാ രാവുകളിൽ ചെയ്യുന്ന കർമ്മങ്ങൾ പകലിൻ്റെ ഏറ്റവും വലിയ ആദ്യ ഭാഗങ്ങളിൽ ആകാശത്തേക്ക് അങ്ങ് ഉയർത്തപ്പെടുന്നു. രാത്രി ചെയ്യുന്നതും അള്ളാഹിൻ്റെ അടുത്തുണ്ട്. നൈറ്റ് ഡ്യൂട്ടിയിലുള്ള ആൾക്കാർക്കൊക്കെ പകലും എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാൻ. അത് എല്ലാ ദിവസവും ഉള്ളതിനാണ്. ഇനി ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞൊരു സംഭവം വിശദീകരിക്കുന്നത് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ആണ്. അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാമ ഫീനാ റസൂലുള്ളാഹി ബിഖംസി കലിമാത്തിൻ, 5 ഉപദേശങ്ങൾ പറഞ്ഞു റസൂലുള്ളാഹി ഞങ്ങളുടെ മേൽ എണീറ്റു നിന്നു. റസൂലുള്ളാഹി ഇങ്ങനെ എണീച്ചിരിക്കുകയാണ്. എന്നിട്ട് 5 കലിമത്തുകൾ പറഞ്ഞു. 5 കലിമ എന്ന് പറഞ്ഞാൽ 5 വാചകം. 5 വാചകം നമ്മളെ നെഞ്ചകങ്ങളിൽ നമ്മൾ കൊത്തിവെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ എന്താ പറയുക? ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യനാം വലാ യംബഗി ലഹു അൻ യനാം. അള്ളാഹ് ഒരിക്കലും ഉറങ്ങൂല കേട്ടോ. അള്ളാഹിന് ഉറക്കമില്ല. അതാ നമ്മളിങ്ങനെ ഉറങ്ങും, നമുക്ക് ഉറക്കം വരും, അല്ലേ? മയക്കം വരും. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ പറയാം, 5 നേരം നിസ്കാരം കഴിഞ്ഞാൽ പറയണ്ടേ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിന വലാ നൗം. 5 നേരം അത് ചൊല്ലിയവന് സ്വർഗമെന്നാൻ. മരണേ അതിൻ്റെ ഇടയിൽ തടസ്സമുള്ളൂ. ആയത്തുൽ കുർസി ചെല്ലുന്നവന് മരണം മാത്രമാണ് തടസ്സം, സ്വർഗമാണെന്നാണ്. അള്ളാഹു സ്വർഗത്തിലെത്തിക്കട്ടെ. അത് മനസ്സുകൊണ്ട് ചൊല്ലുന്നവൻ അറിയാം, എൻ്റെ പ്രവർത്തനം സദാ വീക്ഷിക്കുന്ന ഒരു CCTV പോലെ, അല്ലെങ്കിൽ ഒരു CC ക്യാമറ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല റഖീബ്. എന്താ റഖീബ്? നിരീക്ഷിക്കുന്നവൻ, സദാ നിരീക്ഷിക്കുന്നവൻ. റബ്ബിന് ഉറക്കമില്ല. അള്ളാഹ് നമ്മളങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ. അള്ളാഹുവിന്റെ മുറാക്കബത്തിലാണ്. ചില കവികളൊക്കെ പറയാറുണ്ട്, ഇദാ മാ ഖലൗത ദഹറ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. ജീവിതത്തിലെങ്ങാനും നീ ഒറ്റക്കായാൽ നീ പറയരുത് ഞാൻ ഒറ്റക്കായിട്ടോ എന്ന് മനസ്സിൽ പറയണ്ട. കുൽ, നീ പറയണം, അലയ്യ റഖീബു, എന്നെ നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകനുണ്ട്, അള്ളയുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധ്യം മനസ്സുകളിൽ ചിന്താമണ്ഡലങ്ങളെ ഉണർത്താൻ, ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യ മനസ്സുകളെ തട്ടി ഉണർത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കാൻ റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹു ഉറങ്ങുന്നവനല്ല, ഉറങ്ങേണ്ട ആവശ്യമില്ല. ഇന്നഹു ലാ യംബഗി ലഹു അൻ യനാം. ഉറങ്ങേണ്ട ഒരു ആവശ്യമില്ല. അള്ളാഹ്ക്ക് ക്ഷീണം വരുമോ? ആകാശഭൂമികളെ മുഴുവൻ പഠിച്ചിട്ട് റബ്ബ് പറഞ്ഞു, ഒമാ മസ്സനാ മിൻ ലുഗൂബ്, ഒരു തരി ക്ഷീണം പോലും എനിക്കില്ല.
ആകാശഭൂമികളെ പടച്ചതിൽ ഒരു തരി ക്ഷീണം പോലുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അള്ളാഹു ഉറങ്ങേണ്ട ആവശ്യമില്ല, ക്ഷീണമുള്ളവരല്ല ഉറങ്ങുക, മയക്കം പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള ഞങ്ങളിൽ എണീറ്റ് നിന്നിങ്ങനെ പറയാൻ. റസൂലുള്ള പറഞ്ഞു, ലാ യംബഗി ലഹു അൻ യനാം, അള്ളാഹുവിന് ഉറങ്ങേണ്ട കാര്യമില്ല. യുഖ്ഫിദുൽ ഖിസ്ത വയർഫഉഹു, നീതിയുടെ തുലാസ് താഴ്ത്തുകയും പൊക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹ്. അത് നമ്മളെപ്പോഴും ആലോചിക്കണം. എൻ്റെ നീതിയുടെ തുലാസ് താഴ്ത്തുക. നീതിയുടെ ത്രാസ് ചിലപ്പോൾ താഴ്ന്നു നിൽക്കും, നീതിയുടെ ത്രാസ് ചിലപ്പോൾ ഉയർന്നു നിൽക്കും. എൻ്റെ നീതിയുടെ ത്രാസ് എന്ന് പറഞ്ഞത് റിസ്ക്കാണ്. ചില ആൾക്കാർക്ക് അള്ളാഹ് എന്ത് ചെയ്യും, നല്ല റിസ്ക് കൊടുക്കും, അപ്പോൾ കനം കൂടുമ്പോൾ അതെന്ത് ചെയ്യും, താഴ്ന്നു നിൽക്കും. അതാണ് യുഖ്ഫിദുൽ ഖിസ്ത്. ചില സമയത്ത് നീതി, ചില ആളുകൾക്ക് റിസ്ക് വളരെ കുറവായിരിക്കും, അതിൽ ഒന്നും ഉണ്ടാവില്ല, അത് നേരെ പൊങ്ങി നിൽക്കും. അത് അള്ളാഹുവിൻ്റെ ചില നടപടികളാണ്. ദുനിയാവിലുള്ള റബ്ബിൻ്റെ നടപടികളെ ഓർക്കാനാണ്. റിസ്ക് ഒരിക്കലും ഒരാളെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അള്ളാഹ് നൽകുന്നതല്ല, അത് അള്ളാഹിൻ്റെ ഉദ്ദേശത്താൽ അള്ളാഹു നടപ്പാക്കുന്നതാണെന്ന് നബി സ്വഹാബത്തിനെ ഓർമ്മിപ്പിക്കുന്നു. റസൂലുള്ള പറഞ്ഞു, അവിടെയാണ് റസൂലുള്ള പറയുന്നത്, യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ, രാവിൻ്റെ മുമ്പേ രാത്രി, പകലിൻ്റെ മുന്നേ രാത്രിയുടെ കർമ്മങ്ങൾ അവനിലേക്ക് ഉയർത്തപ്പെടുന്നു. അതേപോലെ തന്നെ രാവിന്റെ തുടക്കങ്ങളിൽ പകലിലെ കർമ്മങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഹിജാബുഹുൻ നൂർ, അള്ളാഹുവിൻ്റെ മറ അത് പ്രകാശമാണ്. അള്ളാഹുക്ക് ഒരു മറ ഉണ്ട്, ഹിജാബ് ഉണ്ട്. ആ ഹിജാബ് വരെ ദുനിയാവിൽ ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് നൂറാണ്, അള്ളാഹിനെ കണ്ടിട്ടില്ല. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഇനി അള്ളാഹുവിനെ കണ്ടു എന്ന് ആരെങ്കിലും വാദിച്ചാൽ, മിറാജ് രാത്രിയിൽ അള്ളാഹിനെ കണ്ടു എന്ന് ആരെങ്കിലും വാദിച്ചാൽ, ഫഹുവ അഹദുൽ കാദിബീൻ, അവൻ നുണ പറയുന്നവരിൽ ഒരാളാണ് എന്ന് ആയിഷ ബീവി ഒരിക്കൽ എന്ത് ചെയ്തു, അത് വിശദീകരിക്കുകയും ചെയ്തു. റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ ബിഖൽബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ റസൂലുള്ള അവിടുത്തെ ഹൃദയം കൊണ്ട് ദർശിച്ചു എന്നാണ്. നേരിട്ട് കാണാൻ കഴിയുമല്ല, അവിടെ എന്താണ്, ഒരു പ്രകാശമാണെന്നാണ്. നമുക്കറിയില്ല അള്ളാഹിൻ്റെ പ്രകാശം എങ്ങനെയാണ്. ഒരിക്കലും ദുനിയാവിലെ പ്രകാശവുമായി അതിനെന്ത് ചെയ്യാൻ പറ്റൂല, താരതമ്യം ചെയ്യാനും സാധ്യമല്ല. ഹദീസുകളിൽ എന്ത് വന്നോ അതിനതുപോലെ വിശ്വസിക്കുക. അതിനെ തഅ്വീൽ ചെയ്യാൻ പ്രമാണമില്ല. പ്രമാണം ഉണ്ടെങ്കിൽ തഅ്വീൽ ചെയ്യാന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കാം. വ്യാഖ്യാനം തെളിവുണ്ട അടിസ്ഥാനത്തിലുള്ളൂ, അല്ലെങ്കിൽ അതെന്താകും, ദുർവ്യാഖ്യാനമാകും. അത് അഹ്ലുൽ മുഅത്തിലയുടെയും അതുപോലെ തന്നെ ഈ തഅ്വീൽ ചെയ്യുന്ന ആളുകളുടെയും ഒക്കെ സ്വഭാവമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അമീർ റൂഹ കമാ വറദത്, ഖുർആനിൽ എന്തു വന്നോ ഹദീസുകളിൽ എന്തു വന്നോ അതിനതുപോലെ സ്വീകരിക്കണമെന്നാണ്. അതിനപ്പുറത്തേക്ക് ചോദ്യം ചോദിച്ചിട്ട് എന്ത് ചെയ്യേണ്ടതില്ല. അതാണല്ലോ അള്ളാഹുവിൻ്റെ ഇസ്തിവാനെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെട്ടപ്പോൾ അള്ളാഹ് എങ്ങനെയാണ് സിംഹാസനത്തിൽ ഇരിക്കുക, ആ ചോദ്യം പറ്റൂല അല്ലേ. കൈഫിയത്തുഹു മജ്ഹൂൽ, അതെങ്ങനെയെന്നുള്ളത് നമുക്ക് പറയാൻ സാധ്യമല്ല. അത് അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിൻ്റെതായ രൂപത്തിൽ അവൻ എന്ത് ചെയ്യുന്നു, അവൻ ഇസ്തിവ ആണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ മുഴുവൻ, അള്ളാഹുവിൻ്റെ കയ്യാവട്ടെ, അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ അവൻ്റെ വജ്ഹാവട്ടെ, അവൻ്റെ കഥമാവട്ടെ, അവൻ്റെ അർശാവട്ടെ, ഈ വക കാര്യങ്ങളെയൊക്കെ വിശദീകരിക്കുന്നത് ആ രൂപത്തിലാണ്. അമിർ റൂഹ കമാ വറദ ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹിനെ പോലെ ഒന്നുമില്ല, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. അതൊരു അഖീദയാണ്, വിശ്വാസപരമായി വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ടതാണ്. ഇവിടെ ഹിജാബുഹുൻ നൂർ, റബ്ബിന്റെ മറ എന്ന് പറയുന്നത് പ്രകാശമാണ്. ആ പ്രകാശത്തിന് അപ്പുറത്തേക്ക് ഉൾക്കൊള്ളാൻ നമ്മുടെ കണ്ണുകൾക്ക് സാധ്യമല്ല. ലാ തുദിരിക്കുൽ അബ്സാർ വഹുവ യുദിരിക്കുൽ അബ്സാർ, കണ്ണുകൾക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ സാധ്യമല്ല. അള്ളാഹുവിന് എല്ലാ കണ്ണുകളെയും കണ്ടെത്താൻ സാധ്യമാകുമെന്നാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഇങ്ങനെ അള്ളാഹ് പറഞ്ഞു തന്നതൊക്കെ അതാണ്. ഞാൻ പറഞ്ഞു പോകുന്നത് ആ ഹദീസിന്റെ ലാസ്റ്റ് വരിയാണ്. നിങ്ങൾ എണീറ്റ് നിന്നിട്ട് റസൂലുള്ള പറഞ്ഞതാണല്ലേ, ഹിജാബുഹുൻ നൂർ, നബി അള്ളാഹിന്റെ ഹിജാബ് എന്ന് പറഞ്ഞ പ്രകാശമാണ്. എന്നിട്ട് അതിന്റെ ലാസ്റ്റ് വരി ഇങ്ങനെ, ലൗ കശഫഹു, അള്ളാഹു ആ ഹിജാബ് എങ്ങാനും നീക്കിയിരുന്നെങ്കിൽ, അള്ളാഹിന്റെ മറ അള്ളാഹു എങ്ങാനും നീക്കിയിരുന്നെങ്കിൽ, ലാ ഹറകത സുബ്ഹാതു വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി, അള്ളാഹുവിൻ്റെ തിരുമുഖത്തിൻ്റെ ശോഭ കാരണം എല്ലാ സൃഷ്ടിജാലങ്ങളും കത്തി അമരുമായിരുന്നുവെന്നാൻ. തിരുമുഖത്തിൻ്റെ ശോഭയേറ്റാൽ സൃഷ്ടിജാലങ്ങൾ മുഴുവൻ കത്തി അമരും. അപ്പം അള്ളാഹിനെ കാണാൻ സാധിക്കും ദുനിയാവിൽ? ഒരിക്കലും സാധ്യമല്ല. ഈ ഹദീസ് നമ്മളിവിടെ ഉദ്ധരിച്ചത് എന്തിനാണ്? എല്ലാ ദിവസവും കർമ്മങ്ങൾ ഉയർത്തപ്പെടും. അത് ആരിലേക്ക് ഉയർത്തപ്പെടുന്നത്? സർവാധിരാജനായ, എല്ലാറ്റിനും കഴിവുള്ള, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവിൻ്റെ ഖദറിനെ മനസ്സിലാക്കാൻ അള്ളാഹു ചില നടപടികൾ ഇവിടെ എടുത്തിട്ടുണ്ട് എന്ന് വിശ്വാസികൾ ഉൾക്കൊള്ളാൻ അള്ളാഹിൻ്റെ റസൂൽ അതുകൊണ്ടാണ് ഇലാ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞത്. അള്ളാഹു എന്ന് പറയാതെ സർവ ലോകത്തിൻ്റെയും രക്ഷിതാവിലേക്കാണ് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കർമ്മങ്ങൾ എന്ത് ചെയ്യുന്നത്? ഉയർന്നു പോകുന്നത്. ഈ കർമ്മങ്ങൾ ഉയർത്തപ്പെടാതെ റജൽ, അത് അവിടെ മാത്രമേ ദുഃഖമുള്ളൂ. അതായിരുന്നെങ്കിൽ സുഖാണ് അല്ലേ.
കർമ്മ റിപ്പോർട്ട് അടങ്ങനെ എത്തി അവരിത് ചെയ്തു അത് ചെയ്തു എന്ന് പറഞ്ഞാൽ നടപടി എടുത്താലേ എന്താവുള്ളൂ. പലപ്പോഴും ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ നടപടി എടുക്കുമ്പോഴല്ലേ ആ പരാതിക്ക് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. പോട്ടെ, ഒരു കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾക്ക് പാരിതോഷികങ്ങൾ നൽകുമ്പോഴല്ലേ ആ കർമ്മങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. ومن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. അല്ലാഹ് വെച്ച അടുത്ത നടപടിയാണ്. കർമ്മങ്ങൾ ഇങ്ങനെ പോകും, എല്ലാ ദിവസവും പോകുന്നുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞത് ആഴ്ചയിൽ എടുക്കുന്ന ഒരു അസസ്മെന്റിനെ സംബന്ധിച്ചാൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും തുർഫഉ ഇലൈഹിൽ അഅമാൽ, അള്ളാഹുവിലേക്ക് തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു എന്ന് പറഞ്ഞു. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും റസൂലുള്ളാഹി നോമ്പ് വെക്കും വ്യാഴാഴ്ച ദിവസം. അതിൻ്റെ കാരണം അതാ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശഅബാനിലെ നോമ്പിനെ സംബന്ധിച്ചും പറഞ്ഞത് അതാണ്. വർഷത്തിലൊരിക്കലുള്ളത് ഈ മാസത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഉയർത്തപ്പെടുന്നത് എന്നാണ്. ഈ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമെന്ന് പറയുമ്പോൾ വിശ്വാസികളിൽ പലരും അവരുടെ കർമ്മങ്ങളെ സംബന്ധിച്ച് അബോധാവസ്ഥയിലാണ് എന്നുള്ളതിനെ അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ എന്ത് ചെയ്യണം, ഓർമ്മിപ്പിക്കാൻ, ആ അബോധാവസ്ഥയിൽ നിന്ന് ഉണരാൻ, ബോധത്തോടുകൂടി ജീവിക്കാൻ, കർമ്മങ്ങൾ റമളാനാവുമ്പോഴേക്കൊന്ന് മെച്ചപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഉണർത്താൻ നമ്മൾ ആമുഖമായി ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ഇസ്രായിലെ 13-ാമത്തെ ആയത്ത്. ഇപ്പം ഈ ചെയ്തു വയ്ക്കുന്ന കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അരികിൽ റിപ്പോർട്ടായി അവതരിപ്പിക്കപ്പെടുമ്പോൾ പിന്നീടുണ്ടാകുന്ന ചില നടപടികളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനിഖിഹി. ഈ ആയത്ത് ഓതുമ്പോൾ നമ്മൾ കുല്ല ഇൻസാൻ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യന്മാരും പറ്റാലേക്കണ്ട, ഞാനൊരു ഇൻസാനാൻ, ഞാനൊരു പച്ചയായ മനുഷ്യനാൻ, എന്നെ ഇബാദത്ത് ചെയ്യാനാ അള്ളാഹ് സൃഷ്ടിച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ എന്ന് പറയുമ്പോൾ അവിടെ നമ്മളെ പേര് ചേർത്ത് വായിക്കണം. ജിന്നുകളെ അല്ലേ, മൻസൂറിനെ അള്ളാഹ് സൃഷ്ടിച്ചത് എന്ന് ഞാൻ വായിക്കണം. മനുഷ്യകുലത്തെ മുഴുവൻ സൃഷ്ടിക്കുമ്പോൾ ആ മനുഷ്യകുലത്തിൽ അള്ളാഹു എന്നെ സൃഷ്ടിച്ചത് വെറുതെയല്ല എന്ന് വായിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബ് പറയുന്നു, വകുല്ല ഇൻസാനിൻ, എല്ലാവരുവനെയും അള്ളാഹു അങ്ങ് ഓരോരുവനെയും സംബന്ധിച്ച് അൽസംനാഹു ത്വാഇറഹു ഫീ ഉനിഖിഹി, അവൻ്റെ ജീവിതത്തിലെ ദുശഗുണം അവൻ്റെ കഴുത്തിൽ നാം തൂക്കിയിടുന്നതാണ്. ത്വാഇർ എന്ന വാക്കിൻ്റെ അർത്ഥം പക്ഷി എന്നർത്ഥമുണ്ട് അല്ലേ, ഫ്ലൈറ്റിനും പറയും. പക്ഷെ ത്വാഇർ എന്ന് പറഞ്ഞാൽ ദുശഗുണം എന്നുള്ളൊരർത്ഥമുണ്ട്. ആ പദം വന്നത് തന്നെ ആ ഒരു രീതിയിലാണ്. ശകുനത്തിന് വേണ്ടി വെക്കുന്ന ചില മറ്റേ സൂറത്ത് യാസീനിൽ തന്നെ അള്ളാഹ് പറഞ്ഞല്ലോ, ഖാലു ത്വാഇറുക്കും മഅക്കും അല്ലേ, അഇൻ ദുക്കിർതും ബൽ അൻതും ഖൗമും മുശ്രിഫൂൻ. അതിന് മുന്നേ പറഞ്ഞു തതയ്യർനാ ബിക്കും എന്ന് പറഞ്ഞു അല്ലേ, നിങ്ങൾ ഞങ്ങൾക്ക് ദുശഗുണമാണ് എന്ന് പറഞ്ഞു, ത്വാഇറാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ എന്താണ് അർത്ഥം, ഞങ്ങൾക്ക് ദുശഗുനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ മുർസലീങ്ങൾ പറയാൻ ഖാലു ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ദുശഗുണം നിങ്ങളോടൊപ്പമാണ്, നിങ്ങളുടെ ദുശഗുണം നിങ്ങളോടൊപ്പമാണ്. ആ ദുശഗുണങ്ങൾ അള്ളാഹു കഴുത്തിൽ തൂക്കിയിടുമെന്നാണ്. ഓരോ മനുഷ്യൻ്റെയും ദുശഗുണങ്ങളെ അവർക്ക് അവരുടെ കഴുത്തിൽ തൂക്കിയിടുന്ന ഒരു ദിവസം. റബ്ബ് പറയുന്നു, അൽസംനാഹു, നാം നിർബന്ധമാക്കി കൊടുക്കും, ലാസിമാക്കും, വിടാതെ അവരെ പിന്തുടരും, ത്വാഇറഹു ഫീ ഉനിഖിഹി, അവൻ്റെ കഴുത്തിലെ അവൻ്റെ ഈ ത്വാഇറുകൾ, ഈ ദുശഗുണങ്ങൾ. എന്നിട്ട് റബ്ബ് പറയാൻ, വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബ, വനുഖ്രിജു ലഹു, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കും. അഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എടുക്കണേനറിയാം. ഞാൻ പുറത്തേക്ക് എടുക്കും ആ മനുഷ്യന് വേണ്ടി. എപ്പോ? യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, കിതാബ, ഒരു പുസ്തകം, ഒരു ഗ്രന്ഥം പുറത്തേക്ക് കൊടുക്കും. ഖുർആനോ തൗറാത്തോ അല്ല, നമ്മൾ എഴുതി കൂട്ടിയ, നമുക്ക് വേണ്ടി എഴുതി വെക്കപ്പെട്ട ഗ്രന്ഥങ്ങളെ അള്ളാഹു പുറത്തെടുക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, കിതാബൻ യൽഖാഹു മൻശൂറാ, ആ പുസ്തകം എങ്ങനെ നഷർ ചെയ്തത്, ഇങ്ങനെ തുറന്നു വെക്കപ്പെട്ടതായിട്ട് അവൻ്റെ ഏട് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ വന്നല്ലോ. ചില ആൾക്കാർ ഒപ്പിടാൻ വേണ്ടി ഇങ്ങനെ തുറന്നു വെക്കൂലേ, അല്ലെ ഹാലിദൊക്കെ ഇങ്ങനെ അവള് ഒപ്പിടാൻ വേണ്ടി റിപ്പോർട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും. അവിടെ ഒന്ന് ഒപ്പിട്ടാൽ മതി എന്നുള്ള സൈനും അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ നമ്മളെ കിതാബ് തുറന്നു വെക്കുന്ന രൂപത്തിൽ കാണിച്ചു തരുന്നാൻ. വൈദ സുഹ്ഫു നുശിറത്ത്, വൈദ സുഹ്ഫു നുശിറത്ത്. റബ്ബ് പറയുന്നു, കർമ്മത്തിൻ്റെ ഏടുകൾ തുറന്നു വെക്കപ്പെടുമ്പോൾ. നഷറ എന്ന വാക്കിന് അറബിയിലൊരു പ്രത്യേകത കൂടിയുണ്ട്. പബ്ലിഷ് ചെയ്യാൻ അർത്ഥമുണ്ട്. പബ്ലിഷ് ചെയ്തു എന്നാണ്. ഏതൊരു അറബി പുസ്തകം എടുത്ത് നോക്കട്ടെ, അതിൻ്റെ ലാസ്റ്റിൽ കാണാം അന്നാഷിർ. അന്നാഷിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിഷേഴ്സ് എന്നാണ്. റബ്ബ് പബ്ലിഷ് ചെയ്യും. നമ്മൾ എഴുതിയ ഈ ഒരു കൃതി ഉണ്ടല്ലോ, നമ്മുടെ ജീവിതമാകുന്ന, നമ്മുടെ കർമ്മങ്ങളാകുന്ന ഏടിനെ റബ്ബ് പബ്ലിഷ് ചെയ്യുന്ന ഒരു ദിവസം. അതാണ് റബ്ബ് പറയുന്നു, യൽഖാഹു മൻശൂറാ, അവൻ്റെ കിതാബിനെ തുറന്നു വെക്കപ്പെട്ടതായിട്ട് അവൻക്ക് കാണാം, അവൻക്ക് കണ്ടുമുട്ടാം. എത്ര സൂറത്തിൽ അല്ലാഹ് പറഞ്ഞു പോയി.
അങ്ങനെ കിട്ടുമ്പോൾ ചില ആൾക്കാർ വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീ വയഖൂലു യാ വൈലതാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ ഫവജദു മാ അമിലു ഹാളിറ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞു പോകുന്ന ആയത്തല്ല വെള്ളിയാഴ്ച നമ്മൾ ഓതുന്നതാണ്. കിതാബ് ഇങ്ങനെ മുന്നിൽ വെക്കപ്പെടുമ്പോൾ മുജ്രിമീങ്ങൾക്ക് ഭയവിഹ്വലരായി അവർ പറയുന്നത് എന്ത് കിതാബ, ഈ കിതാബിന്റെ അവസ്ഥ എന്താ? ലാ യുഗാദിറു സഗീറ വലാ കബീറ, ലാ വലുതും ചെറുതൊക്കെ ഇതിലുണ്ടല്ലോ, ഒന്നും വിട്ടിട്ടില്ലല്ലോ. ദർറത്ത് പോലും അള്ളാഹ് എഴുതി വെക്കും ഞാൻ, ദർറത്ത് പോലും അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധമല്ല ഞാൻ. വലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതിലുള്ള ഒരു തരി പോലും അള്ളാഹു വിട്ടുകളയൂല, അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധമാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറഞ്ഞു, 2 സൂറത്തിലാണ് അള്ളാഹ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. ലാ യഅ്സുബു അൻഹും പറഞ്ഞു, വമാ യഅ്സുബു എന്നും പറഞ്ഞു. ലാം കൊണ്ട് നഫി ചെയ്തു, മീമിനെ കൊണ്ടും മായിനെ കൊണ്ടും നഫി ചെയ്തതായിട്ട് കാണാം. ഒരിക്കലും ഇല്ല എന്നുള്ളൊരർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുകയാണ്. ഒന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, അശ്രദ്ധമല്ല, മറഞ്ഞു പോകുന്നതല്ല. നമുക്ക് പലതും മറയും, നമുക്ക് പല അശ്രദ്ധകളും കടന്നു വരും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകുന്ന പല വർത്തമാനങ്ങൾ അതിനോടൊപ്പം കാണാം. വലത്തെ കയ്യിൽ കിട്ടട്ടെ ചെയ്തു വച്ചത്, അല്ലേ? അത് വലത്തെ കൈകളിലല്ല എങ്കിൽ സങ്കടമാണ്. അള്ളാഹു പറയുന്നു, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉം ഇഖ്റഹു കിതാബിയ. അന്ന് വലത്തെ കയ്യിൽ ചെയ്തു വച്ച കർമ്മങ്ങൾ, ഈ റിപ്പോർട്ടൊക്കെ പോയിട്ട് വലത്തെ കൈകളിൽ കിട്ടുമ്പോൾ അവൻ പറയും, ഹാഉം ഇഖ്റഹു കിതാബിയ, ഈ കിതാബ് ഒന്ന് നോക്ക്, എൻ്റെ കിതാബാണ്, ഞാൻ എഴുതിണ്ടാക്കിയതാണ്, അല്ലേ? എനിക്ക് വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. കാരണം എന്താ? ഇത് നല്ലതാവാനുള്ള കാരണം എന്താ? അടുത്ത ആയത്തിൽ അള്ളാഹ് അത് പറഞ്ഞു. അതെ നമുക്ക് ഉണ്ടാകേണ്ട ചിന്ത അതാണ്. അടുത്ത ആയത്ത് എന്താ? റബ്ബ് പറഞ്ഞല്ലോ, മുലാഖിയ ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഞാൻ എൻ്റെ ഹിസാബിനെ കണ്ടുമുട്ടുമെന്ന് ഉറപ്പുള്ളവനായിരുന്നു. റബ്ബിൻ്റെ മുമ്പിൽ എനിക്കിങ്ങനെ നിൽക്കേണ്ടി വരും. എൻ്റെ ചെയ്തികളെ സംബന്ധിച്ച്, എൻ്റെ വാക്കുകളെ സംബന്ധിച്ച്, എൻ്റെ ഇടപാടുകളെ സംബന്ധിച്ച്, എൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, എൻ്റെ നോട്ടങ്ങളെ സംബന്ധിച്ച്, എൻ്റെ കേൾവിയെ സംബന്ധിച്ച്, ഇതൊക്കെ ഞാൻ വിചാരണ ചെയ്യപ്പെടുമെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. റബ്ബ് എന്ന് പറയില്ല, കിതാബ് കിട്ടിയിട്ട് ഇഖ്റ കിതാബക്, ഇഖ്റ. അടുത്ത ആയത്ത് ഇതാണ്, ഇഖ്റ. എന്താ ഇഖ്റ? നീ വായിക്ക്. ഖുർആൻ ആദ്യം ഇറങ്ങിയപ്പോൾ ഈ ആയത്ത് ഇറങ്ങിയിരുന്നാൻ, നമുക്കും കിട്ടുന്ന കിതാബിൽ ആദ്യത്തെ വാക്കതാണ് ഇഖ്റ, നീ വായിക്കുന്നറി. പരലോകത്ത് അള്ളാഹു വായിക്കാൻ നമ്മളോട് പറയുമ്പോൾ, അല്ലേ, സന്തോഷത്തോടുകൂടി വായിക്കാനുള്ള ഒരു അവസരം അള്ളാഹു നൽകട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ഹാഉം ഇഖ്റഊ കിതാബിയ, കിട്ടിയ കിതാബ് കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിക്കാനുള്ള ഒരു പ്രചോദനം, വായിപ്പിക്കാനുള്ള ഒരു അവസ്ഥ, അങ്ങനെയുള്ള അനുഭൂതി അള്ളാഹു നമുക്ക് നൽകട്ടെ. ഹാഉം ഇഖ്റഊ കിതാബിയ ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിർ റാളിയ, നല്ല തൃപ്തികരമായ ജീവിതം അവൻകാൻ. അള്ളാഹു അതിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. റബ്ബ് പറയുന്നു, ഇഖ്റ കിതാബക്, നീ നിന്റെ കിതാബ് വായിക്ക്. കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബാ, ഇന്ന് നിനക്ക് നീ നിന്റെ ഹസീബാൻ, ഹസീബായിട്ട് നീ മതി. നിന്റെ കർമ്മങ്ങൾ എണ്ണി നോക്കാനും അതിനെ കണക്കെടുപ്പെടുക്കാനും, അല്ലെ, ഈ റിപ്പോർട്ടിൽ വെച്ചിട്ട് ഇതിനെ ഓഡിറ്റ് ചെയ്ത് ഒരു തീരുമാനം പറയാനും വേറെ ഒരു അക്കൗണ്ടന്റിന്റെ ആവശ്യമില്ല. മാത്തമാറ്റിക്സിൽ അഗ്രഗണ്യനായ ആൾ വേണ്ട. അത് നോക്കിയാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കുമെന്നാണ്. നമ്മൾ പലതും അശ്രദ്ധമായി ചെയ്തതും, അറിഞ്ഞു ചെയ്തതും, അറിയാതെ ചെയ്തതും, തെറ്റായി ചെയ്തതും, വലുതും ചെറുതും, അല്ലെ, മാ അദ്ന വല അസ്ഗർ വല അക്ബർ, എത്ര ചെറുതായാലും എത്ര വലുതായാലും അള്ളാഹു രേഖപ്പെടുത്തി എന്നാണ്. രേഖപ്പെടുത്താനുള്ള കാര്യം മുഴുവൻ അള്ളാഹു ദുനിയാവിൽ നിശ്ചയിച്ചിട്ടുണ്ട്. രേഖപ്പെടുത്തപ്പെട്ടത് മുഴുവൻ റബ്ബിന്റെ അരികിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന നാളുകളുണ്ട്, ആ ദിവസങ്ങളുണ്ട്, അവസ്ഥകളുണ്ട്, മാസങ്ങളുണ്ട്, വർഷങ്ങളുണ്ട് എന്നൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതിലേക്ക് ഇനിയും കർമ്മങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വന്നു പോകുവാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ഇത്തരത്തിലുള്ള സംസാരങ്ങളിൽ നിന്ന് നമ്മളെ ഉണർത്തിയത്. അള്ളാഹു നല്ല രൂപത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാനിലേക്ക് ഒരുങ്ങുമ്പോൾ കർമ്മങ്ങളെ കൂടുതൽ ഒന്ന് നന്നാക്കാനും, അല്ലെ, പ്രവർത്തനങ്ങൾ കൂടുതൽ നല്ല രൂപത്തിൽ കൊണ്ടുപോകാനും നോമ്പിനെ കൊണ്ട് സാധിക്കുമെന്നാണ്. റമളാനിലെ നോമ്പിന് മുന്നേ നോമ്പെടുത്ത് തുടങ്ങിയാൽ കൂടുതൽ ഒരു ശ്രദ്ധ വരും. കാരണം നോമ്പാണ് ഒരു പരിച. നോമ്പ് എല്ലാത്തിനും ഒരു സൂക്ഷ്മത നമുക്ക് നൽകുന്ന ഏറ്റവും നല്ലൊരു കവചമാണ്, എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി എന്ത് ചെയ്തത്? പലപ്പോഴും ശഅബാൻ മാസത്തിൽ ധാരാളം നോമ്പനുഷ്ഠിച്ചത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങളിൽ നിന്ന് മനസ്സിലായത്. കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ മുവഹിദീങ്ങളുടെ കർമ്മങ്ങൾ റബ്ബ് അപ്പം തന്നെ സ്വീകരിക്കും. ഓരോ ദിവസം പോകുന്നറിയില്ലേ,
മുവഹിദീങ്ങളുടെ അപ്പം തന്നെ സ്വീകരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അരികിൽ പ്രദർശിപ്പിക്കപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹു എന്നിട്ട് പുറത്തു കൊടുക്കും, എല്ലാവർക്കും പുറത്തു കൊടുക്കും. ആരൊഴികെ? അള്ളാഹുവിൽ പങ്കു ചേർത്ത ആളുകൾ ഒഴികെ. അള്ളാഹുവിൽ പങ്കു ചേർത്ത ആൾക്കാർക്ക് എന്തില്ല? കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടൂല. അല്ലാത്തവൻ്റെ കള്ള സ്വീകരിക്കുന്നുണ്ടെന്നാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളതൊക്കെ. ഇവിടെ ഒരാളെയും കൂടി പറയില്ല റജുലൻ, ഒരു മനുഷ്യനും അള്ളാഹ് എന്ത് ചെയ്യൂല? സ്വീകരിക്കൂല. അതാരാണെന്നറിയോ? ബൈനഹു വബൈന അഖീഹി ഷഹന, അവൻ്റെയും അവൻ്റെ സഹോദരൻ്റെയും ഇടയിൽ വിദ്വേഷങ്ങൾ, പകണ്ട്. ഞാൻ എന്തോ ഒരു വൈരാഗ്യം, പറഞ്ഞതാകാം, ചെയ്തതാകാം, ചിലപ്പോൾ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ സംഭവിച്ചതാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു പകണ്ട്. എല്ലാ ദിവസമുള്ള കർമ്മങ്ങളുടെ അവസ്ഥയാണ്. അള്ളാഹിൻ്റെ അടുത്ത് റബ്ബ് സ്വീകരിക്കണമെങ്കിൽ റബ്ബ് പറയുമത്രേ, ദഉ, അല്ലെ, അവരുടെ അവിടെ വെക്ക് ഹത്താ യസ്തലഹ, അവർ രണ്ടുപേരും നന്നാട്ട്, എന്നിട്ട് എന്ത് ചെയ്യുക? അവരിത് സ്വീകരിക്കാൻ. നമ്മുടെ കർമ്മങ്ങൾ ഒരിക്കലും എന്താകാൻ പാടില്ല? തടയപ്പെടാൻ പാടില്ല. ആ ഒരു പ്രവർത്തനത്തിൽ മുവഹിദാൻ, ഞാൻ തൗഹീദിൻ്റെ ആളാണ്, ഞാൻ എത്ര തൗഹീദ് പ്രസംഗം കേട്ടോനാ, ഞാൻ എത്ര തൗഹീദ് പ്രസംഗം ഷെയർ ചെയ്യുവനാ, ഞാൻ എത്ര തൗഹീദ് പ്രസംഗത്തിന് വേണ്ടി സമയം ചെലവഴിച്ചവനാ, ഞാൻ എത്രമാത്രം തൗഹീദ് പ്രസംഗിച്ചവനാ എന്നൊക്കെ പറയൂ. പക്ഷേ മനസ്സിൽ വിദ്വേഷവും പകയുമുണ്ടോ? അവൻ്റെ കർമ്മങ്ങൾ ആകാശത്ത് തടയപ്പെടുന്നുവെന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചുവെങ്കിൽ ഒരു മാനസികമായ ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ വിശാല ഹൃദയരായി കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിൽ ഇഷ്ടവും സ്നേഹവും നിലനിർത്തി തരുമാറാവട്ടെ. നമുക്കിടയിലുള്ള പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കുമാറാവട്ടെ. നമ്മുടെ അസുഖങ്ങൾ അള്ളാഹു ശിഫയാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ അള്ളാഹുവിൻ്റെ സഹായം സദാ ഉണ്ടാകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ദൗത്യങ്ങൾ പൂർത്തീകരിച്ച് നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, റഹ്മത്തും മഗ്ഫിറത്തും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മുടെ ഗുരുനാഥന്മാർക്ക് അള്ളാഹു എല്ലാ നന്മകളും ചൊരിയട്ടെ. അള്ളാഹു നമ്മുടെ ദുആകളെ സ്വീകരിക്കട്ടെ, ആരാധനകളെ സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ എത്തിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബി വസല്ലം. ജസാകുമുല്ലാഹു ഖൈറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.